മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന്റെ സമരത്തിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. രോഗികൾക്ക് മെഡിക്കൽ സേവനങ്ങൾ നിഷേധിക്കരുത് എന്നും അവശ്യ സേവനങ്ങൾ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും ഹൈക്കോടതി പറഞ്ഞു. അതേസമയം സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കി ഡോക്ടേഴ്സ് സമരം തുടരുകയാണ്. ഡോക്ടർമാരുടെ സമരത്തെ തുടർന്ന് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ OP, IP സേവനങ്ങളിലുണ്ടായ കുറവ് സമരത്തിന്റെ രൂക്ഷത വെളിവാക്കുന്നു. പ്രതിദിനം 4000 രോഗികൾ OPയിലെത്തിയിരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളുടെ എണ്ണം 1200 കുറഞ്ഞു. ദിവസേന 4500ഓളം രോഗികൾ എത്തിയിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത് 2500 4000ഓളം രോഗികൾ ദിവസേന OPയിലെത്തിയിരുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 1000-ൽ താഴെ രോഗികളെ എത്തുന്നുള്ളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 80 മുതൽ 100 വരെ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ദിവസവും നടന്നിരുന്നിടത്ത് ഇപ്പോൾ നടക്കുന്നത് 8-ൽ താഴെ ശസ്ത്രക്രിയകൾ മാത്രം. മറ്റു മെഡിക്കൽ കോളേജുകളിലും ശസ്ത്രക്രിയകളുടെ എണ്ണം കുറഞ്ഞു. വിദഗ്ധ ചികിത്സയ്ക്ക് സാധാരണക്കാർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. സമരം അവസാനിപ്പിക്കുന്നതിനായി ഇന്ന് നടത്താനിരുന്ന സർക്കാർ തല ചർച്ചയും അനിശ്ചിതത്വത്തിലായി. മന്ത്രിമാരായ KN ബാലഗോപാലും വീണ ജോർജും ധന ആരോഗ്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും യോഗം ചേരാനായിരുന്നു തീരുമാനം. മന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായതിനാൽ എത്താനാകില്ല. KN ബാലഗോപാൽ പാർട്ടി ജില്ലാ നേതൃയോഗങ്ങളുമായി ബന്ധപ്പെട്ട് കൊല്ലത്താണ്. ഇരു വകുപ്പുകളിലെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ ഇന്ന് ചർച്ച നടത്തുമോ എന്ന് വ്യക്തമല്ല. സർക്കാർ തല ചർച്ചയുടെ തീരുമാനം അറിയിക്കാമെന്നാണ് KGMCTA ഭാരവാഹികളോട് അറിയിച്ചിരുന്നത്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിൽ തീരുമാനമുണ്ടായാലേ സമരത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ എന്ന നിലപാടിലാണ് KGMCTA. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.